നടനും സംവിധായകനും അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിൽ തൻ്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയ ഒരു വ്യക്തിയുമാണ് പിഷാരടി. നമസ്കാരം. നമസ്കാരമുണ്ട്. ഒത്തിരിയായി നമ്മൾ കണ്ടിട്ട്. നമ്മളിങ്ങനെ ഇന്റർവ്യൂവിൽ ഇരുന്നിട്ട് കുറച്ചായി. അപ്പോൾ അലി വിളിക്കുമ്പോൾ ഞാനും ആലോചിച്ചു 2024 പറന്നിറങ്ങാം. എങ്ങനെ പറന്നിറങ്ങാന്ന്? അല്ല, ഞാനിപ്പോ കരയിലാണ്. ഇന്റർവ്യൂ കഴിയുമ്പോൾ അന്തരീക്ഷത്തിലാവും. പിന്നെ പറന്നല്ലേ പറ്റുള്ളൂ. എന്നിട്ട് പറഞ്ഞാ ഇരിക്കട്ടെ, രസമല്ലേ? അല്ലെ, നമ്മൾ അലിയുടെ തുടക്കകാലം തൊട്ട് അറിയുന്നതാണ്. നമ്മള് ചില സിനിമകളിലൊക്കെ ഒന്നിച്ച് ചെയ്തിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പം വന്നേക്കാന്ന് വെച്ചു. അതെ, നമ്മൾ സിനിമാപരമായ ഇന്റർവ്യൂസ് മാത്രമേ ഇരുന്നിട്ടുള്ളൂ. ഇങ്ങനെ പേഴ്സണലായിട്ട് നമ്മളൊന്നും ഇരുന്നിട്ടില്ല. ചുമ്മാ ചെയ്തിട്ടില്ലാത്തതാണ്. പലപ്പോഴും ചിലപ്പോ എന്താ അതിനെന്താ കാര്യം എന്നൊക്കെ ആലോചിക്കും. പക്ഷെ ഇത്തവണ ചെയ്തേക്കാന്ന് വെച്ചു, പറയാന്ന് വെച്ചു. ഇത്തവണ അതിന് പ്രസക്തി ഉണ്ടെന്ന് എനിക്കും തോന്നി. അതുകൊണ്ടാണ് പിഷാരുടെ ഈ പിന്തുടർന്ന് വിളിച്ചോണ്ട് നമുക്കൊന്ന് ഇരിക്കണം എന്ന് പിന്തുടർന്ന് വിളിച്ചോണ്ടിരുന്നത്. ഈ സമയത്ത് ഒരു പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, നമുക്ക് പറഞ്ഞ് പ്രസക്തി ഉണ്ടാക്കാം. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴാണല്ലോ അതിന് പ്രസക്തി വരുന്നത്. അല്ല, അതിൽ ഞാൻ എവിടെയോ പറഞ്ഞല്ലോ, ഈ മഹത്വചനങ്ങൾ എന്ന് പറഞ്ഞു വരുമല്ലോ. അതൊക്കെ ഒരു മഹാനും രാവിലെ എണീറ്റിട്ട് ഇന്ന് 4 മഹത്വചനം പറഞ്ഞേക്കാന്ന് വിചാരിക്കുന്നല്ലേ, ഇവര് പറഞ്ഞിടും. അത് പിന്നീടാണ് മഹത്വചനങ്ങളായിട്ട് മാറുന്നത്. അതെ, അങ്ങനെ. ഈ പിഷാരിയുടെ ഓരോ കാഴ്ചയും നമ്മൾ പല കാര്യങ്ങൾ കാണാറുണ്ട്. പിഷാരടി ഒരു സംഭവം പറഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ എയറിലാവും, അത് വലിയ ട്രോളുകൾ വരും. അതിൽ ഞാനും ഒട്ടും പുറയിലല്ലാന്ന് ഞാനും വിശ്വസിക്കുന്നത്. അതെ, പക്ഷെ പിഷാരുടെ എല്ലാ കാര്യത്തിലും അപ്ഡേഷൻ ഉണ്ട്, അപ്ഡേറ്റ് ആയിട്ടാണ് പോകുന്നത്. അത് എങ്ങനെയാണ്? അതെ, ഈ അപ്ഡേഷൻ തന്നെ അല്ല. ഇപ്പൊ ഇതിനകത്ത് ഇത് വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കാണ് ഈ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും അപ്ഡേറ്റ് ആയ ആൾക്കാരൊന്നും അല്ല. അതിന് വലിയ പാടാ, ആ പ്രോസസ്സ് ഭയങ്കര പാടാ. ഇപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു ഫോണ് വെറുതെ ചില സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഒക്കെ നടത്തി ഇതിന്റെ ഇവിടെ ഇരിക്കുന്ന സ്വിച്ച് ഇവിടെ ആയിപ്പോവും, അവിടെ ഇരിക്കുന്ന സ്വിച്ച് ഇവിടെ ആയിപ്പോവും. അതോടുകൂടി 3 ദിവസം ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്ന നമുക്ക് ഭയങ്കര പാടാവും. അപ്പോൾ ഒരു മനുഷ്യന് അപ്ഡേറ്റ് ആവുക എന്ന് പറയുന്ന പ്രോസസ്സ് ടെക്നിക്കലി ഇത്തിരി പാടുണ്ട്. പിന്നെ ഇപ്പം ഈ കോസ്മെറ്റിക് ചേഞ്ചസ് അതിനെ ആൾക്കാർ പൊതുവെ അപ്ഡേറ്റ് ആയി എന്ന് പറയും. അതിപ്പം എങ്ങനെ, ഞാനൊരു ഉദാഹരണം പറയാം. ഞാനൊക്കെ അലിബൈക്കും കിട്ടും, സ്കൂളിൽ പഠിക്കുമ്പോൾ ചില അജ്ഞാത പോസ്റ്റ് കാർഡ് കിട്ടും. ഇതിന്റെ 15 കോപ്പി 15 പേർക്ക് അയക്കണം, ഇത് അയച്ച ആൾക്ക് ലോട്ടറി അടിച്ചു, ഇത് അയക്കാത്ത ആളെ പാമ്പ് അടിച്ചു എന്നൊക്കെ പറഞ്ഞ് ചില പോസ്റ്റ് കാർഡ് കിട്ടുമല്ലോ. ഇപ്പൊ ഒരുത്തൻ ഇതേ സാധനം നമുക്ക് വാട്സപ്പിൽ അയച്ചു തന്നിട്ട് ഇവൻ അപ്ഡേറ്റ് ആയി എന്ന് പറയുന്നതിൽ എന്താ കാര്യം? ഇവനിത് വാട്സപ്പിലോട്ട് മാറി എന്നുള്ളതേ ഉള്ളൂ. അതായത് അപ്ഡേറ്റ് ആയി ഏതോ ഒരാളുടെ പ്രൊഡക്റ്റിന്റെ കസ്റ്റമറായി, അല്ലെങ്കിൽ ഒരു ആശയത്തിന്റെ കസ്റ്റമറായി എന്നുള്ളതേ ഉള്ളൂ. വണ്ടി അതിന്റെ ഒരു ഗ്രില്ല് മാറ്റി, അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ് മാറ്റി, അതിന്റെ പെയിന്റ് മാറ്റി, ഇതൊക്കെ ചെയ്യുന്നതിന് നമ്മളൊരു ചേഞ്ച് എന്നല്ലാതെ അതൊരു അപ്ഡേഷൻ ഒന്നുമല്ല. എഞ്ചിനിൽ വരുന്ന മാറ്റമാണ് അപ്ഡേഷൻ. ഒരാൾ രാവിലെ എണീറ്റ് നല്ല മുടി നരച്ച ഒരാൾ ഡൈ ചെയ്തിട്ട് ഞാൻ അപ് ടു ഡേറ്റ് ആയി എന്ന് പറയുന്ന കാര്യമില്ല. മാനസികമാണ് അപ്ഡേഷൻ എന്ന് പറയുന്ന കാര്യം. അപ്പൊ ഞാൻ അത്യാവശ്യം അതിനു വേണ്ടി വായിക്കുകയും മാറാൻ തയ്യാറായിരിക്കുകയും, ഞാൻ പറഞ്ഞതും ഞാൻ വിചാരിക്കുന്നതുമാണ് ശരി എന്ന് ഫുൾ ടൈം വിചാരിച്ചുകൊണ്ടിരിക്കാതെ ഞാൻ തെറ്റും വിചാരിക്കാം, എന്റെ തീരുമാനങ്ങളും തെറ്റായിരിക്കാം, എന്റെ ചിന്തയും തെറ്റായിരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് കളക്റ്റീവായിട്ട് ആശയങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അപ് ടു ഡേറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. അങ്ങനെ ബോധപൂർവം മാറുന്നതാണ്. അല്ല, അങ്ങനെ ഈ ബോധപൂർവം മാറുന്നു എന്ന് പിഷാരടി പറയുമ്പോൾ പിഷാരടി ബോധപൂർവം മാറിയതിൽ നിന്നുമുണ്ടായ ഒരു വിജയം എന്താണ്? ഒരു വിജയം എന്താണ്? പരാജയമില്ല എന്നുള്ളത്. തൽക്കാലം ഇതുവരെ വലിയ കുഴപ്പങ്ങളില്ലാതെ പോകുന്നുണ്ടല്ലോ. നമ്മൾ ഒരേ ഇൻഡസ്ട്രിയിൽ പല കാര്യങ്ങളായിട്ട് ഇതിപ്പോൾ 23ാമത്തെ വർഷമാണ്, അങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ടുള്ള അതിന്റെ ഒരു ബെനിഫിറ്റ്സ് സാറ്റലൈറ്റ് ചാനലുകളിൽ നിന്ന്, സ്റ്റേജിൽ നിന്ന് എന്നുള്ളതൊക്കെ കിട്ടുന്നുണ്ട് അത്യാവശ്യം. പിന്നെ ഇതിനൊരു പരിധിയുണ്ട്. ഒരു സാധനം അപ്ഡേറ്റ് ആവുന്നതിനും കാര്യങ്ങൾക്ക് ഓരോരുടെ തലച്ചോറിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് അപ്ഡേറ്റ് ആവാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ എത്ര അപ്ഡേറ്റ് ആവാൻ ശ്രമിച്ചാലും ചിലപ്പോൾ മറ്റൊരു വലിയ പുതിയൊരാളുടെ അത്ര എനിക്ക് ആയിക്കോളാൻ പറ്റണമെന്നില്ല. പറ്റുന്ന പോലെ ആകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, അങ്ങനെ ആകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അത് അംഗീകാരം കിട്ടുന്നുമുണ്ട്, താങ്കളുടെ മാറ്റങ്ങളുണ്ട്. നമുക്ക് തന്നെ നമ്മുടെ ഒരു 10 വർഷം മുമ്പുള്ള പരിപാടി കാണുമ്പോൾ ഇപ്പൊ ഞാൻ ഇനി ഇതിങ്ങനെ ആയിരിക്കില്ല ഞാൻ ചെയ്യുന്നത് എന്നുള്ള ബോധ്യമുണ്ട്. തീർച്ചയാണ് അതൊരു മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ചില ആൾക്കാർ പറയില്ല, എനിക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങൾ ഒരേ കാര്യം 200 തവണ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഒരു തുണിക്കടയുടെ ഫ്രണ്ടിൽ ഒരു സ്റ്റെയർ കേസിന്റെ അടിയിൽ നിന്ന് ബ്ലൗസ് തയ്ക്കുന്ന ഒരു അമ്മാവനുണ്ട്. ഈ അമ്മാവൻ ഒരു 35 വർഷമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് 35 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പുള്ളിക്കില്ല. പുള്ളിക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസിന്റെ 35 റിപ്പീറ്റാ ഉള്ളത്. പുള്ളിക്കാകെ 1 വർഷത്തെ എക്സ്പീരിയൻസ്, എക്സ്പീരിയൻസിന്റെ 35 റിപ്പീറ്റാ പുള്ളിക്കുള്ളത്. പിടുത്തം കിട്ടിയോ? അങ്ങനെയല്ല, നമ്മൾ പലത് പരീക്ഷിക്കുകയും പല വഴി പോവുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ആണ്
പുതിയ കോമ്പിനേഷനുകളിൽ പോവാം, പുതിയ ആൾക്കാരുമായിട്ട് തീർച്ചയാണ്. അല്ലേ? പിഷാരി തുടക്കത്തിൽ പറഞ്ഞ ഞാൻ പറന്നിറങ്ങാൻ അല്ലേ, പറന്നിറങ്ങുക എന്ന് പറഞ്ഞു. പറന്നിറങ്ങാൻ തന്നെ ഈ പറന്നിറങ്ങുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് കണ്ടത് വേറെ പറന്നിറങ്ങാണ്. എന്താണ് 2024 പറന്നിറങ്ങാൻ, അല്ലെ 2025 സോറി, ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് പറന്നിറങ്ങാൻ ഒരു സ്ഥാനാർത്ഥിയാകാൻ വല്ല മോഹമുണ്ടോ? എനിക്ക് ഇപ്പോഴില്ല, നിലവിലില്ല. കാരണം ഞാൻ ഈ കലയാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖല. ഞാൻ എത്രയോ നാളായിട്ട് അതുകൊണ്ടാണ് ജീവിക്കുന്നത്. കലയിലൂടെയാണ് കൂടുതലും എന്നെ ജനങ്ങൾ അറിയുന്നതും ഇഷ്ടപ്പെടുന്നതും എല്ലാം. ഇപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. കാരണം കലയാണ്. ഇല്ല എന്ന് പറയാനും കഴിയില്ല. ഞാനിപ്പോൾ എന്നോടൊരു 5 വർഷം മുമ്പ് രാഷ്ട്രീയം തുറന്നു പറയുമായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. എന്നോടൊരു 8 വർഷം മുമ്പ് താൻ സിനിമ സംവിധാനം ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വെറുതെ ഒരു കാര്യം ഇല്ല. ഇപ്പൊ എന്നോട് അലി പിഷാരടിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ ഉദ്ദേശമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എന്തിനാ ഇല്ലെന്ന് പറയുന്നത്? ആയിക്കൂടെ, ചിലപ്പോ ആകാലോ. അപ്പം ഉറപ്പില്ല, എനിക്കറിയില്ല. എന്ത് സംഭവിക്കാം? ചോദിക്കുന്നത് നാളത്തെ കുറിച്ചാണ്. എന്ത് സംഭവിക്കാം? നാളത്തെ കുറിച്ച് ചോദിക്കുന്ന ഒരു കാര്യം, അതിൽ ഞാൻ മാത്രം ഒരു തീരുമാനം എടുത്താൽ നടക്കുന്ന കാര്യം ഒന്നിനെ ചോദിക്കുന്നത് അല്ലേ? അപ്പൊ എനിക്ക് അതിന് ഒരു വളരെ റിജിഡ് ആയിട്ട് ഇന്നതാണ് സംഭവിക്കുന്നത്, ഇന്ന പോലെ വരുന്ന ഒരു ഉത്തരം ഇപ്പോൾ പറയാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സാധ്യമായ കാര്യങ്ങളിൽ ഉത്തരം പറയാം. ഈ സാധ്യമായ കാര്യങ്ങളിൽ ഉത്തരം പറയാം. എനിക്ക് പിഷാരടിയിൽ കണ്ട ഒരു ക്വാളിറ്റി, ഞാൻ ഒരു മാധ്യമപ്രവർത്തനാണ്, എനിക്ക് രാഷ്ട്രീയമുണ്ട്, എനിക്ക് കലയുണ്ട്, ഇതെല്ലാം ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ, സ്വയം പറയുകയാണ്. അത് തന്നെയാണ്. പക്ഷെ പരസ്യമായിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയാൻ മലയാള സിനിമയിൽ ഞാൻ കണ്ട കുറച്ചു പേരോട്, അത് പിഷാരടെ ഞാൻ അഭിനന്ദിക്കുന്നു, അഭിമാനം കൊള്ളുന്നു. കാരണം പിഷാരടി പറഞ്ഞ പ്രസംഗം, ഭാരത് ജോഡോ യാത്രയിൽ എനിക്കും കമലഹാസനും ഒന്നുപോലെയാണ്, ഞങ്ങൾ ഒരുമിച്ച് നടന്നവരാണ്. സൗത്തിൽ പുള്ളി നടന്നു, ഞങ്ങൾ നടന്നു. അത് അഭിമാനത്തോടു കൂടി യൂത്ത് കോൺഗ്രസ് സമ്മേളന വേളയിലാണ് അത് പറയുന്നത്. അതിലെനിക്ക് അഭിമാനമുണ്ട്. പിഷാരടി സ്വന്തം രാഷ്ട്രീയം, എന്റെ രാഷ്ട്രീയം ഇതാണ്, ഞാൻ KSU പ്രസ്ഥാനത്തിലൂടെ വന്നതാണെന്ന് പരസ്യമായിട്ട് പറയാം. അതിന് മുമ്പ് പറഞ്ഞു തുടങ്ങി. മിമിക്രി ഉണ്ടായിരുന്നു. എന്റെ വീട്ടില് INTUസിലായിരുന്നു അച്ഛൻ ജോലി ചെയ്ത കമ്പനിയിൽ ഉണ്ടായിരുന്നത്. ഒരു കോൺഗ്രസ് കുടുംബമായിരുന്നു. സലീമേട്ടന്റെ ട്രൂപ്പിലാണ്. സലീമേട്ടൻ വലിയ കോൺഗ്രസ്സുകാരനായിരുന്നു. സലീമേട്ടന്റെ ഗ്രൂപ്പിൽ മാനേജറായിട്ടാണ് പോകുന്നത്. ട്രൂപ്പിൽ മാനേജറായിട്ടാണ് പോകുന്നത്. അന്ന് താങ്കളിലുള്ള കല മനസ്സിലാകാതെ മാനേജറാക്കി വെച്ചു എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. കല മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എന്റെ ഒരു ഓർഗനൈസിംഗ് കപ്പാസിറ്റി ഒക്കെ കുറച്ചുകൂടെ ഓർമ്മിക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തതെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിൽ നിന്നുള്ളൂ. പിന്നെ ഈ ഒരുപാട് പേര് തുറന്നു പറയാത്തതെന്ന് പറയുന്നത്, സുരേഷ് ഗോപി പക്ക പറയുന്ന ഒരാളാണ്. പക്ക പറഞ്ഞ ആളാണ്. സുരേഷ് ഏട്ടൻ പക്ക പറഞ്ഞ ആളാണ്. ഞാൻ ഈ ഇടയ്ക്ക് അത് പറയാം. അപ്പം ഈ തുറന്നു പറയൽ എന്ന് പറയുന്നത് കൊണ്ട് കുറച്ച് ലോസ് ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് പലരും അത് പറയാത്തത്. പിന്നെ എല്ലാവരും പറയും നമുക്ക് എല്ലാവരും വേണം, എല്ലാവരുടെയും ഇഷ്ടം നമുക്ക് വേണം. അതൊരു ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് എല്ലാവരും വേണം എന്ന് പറയുന്നത്, നമ്മൾ എത്ര പേർക്കുണ്ട് എന്നുള്ളത് നമ്മൾ കൺഫ്യൂസിങ് ആയിട്ടിരിക്കുകയും നമുക്ക് എല്ലാവരും വേണം എന്ന് പറയുന്ന രീതിയിലാണ് ഇവരെല്ലാവരും ഇത് പറയാത്തത്, ഗുപ്തമായിട്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല. ഒരു സാഹചര്യം വന്നപ്പോൾ അത് പറയേണ്ടത് ഒരു പൗരൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു വലിയ കർത്തവ്യമാണ്. ഞാനത് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ മര്യാദകൾ പാലിക്കണം എന്ന് ഞാൻ ഫ്രം ദി വെരി ബിഗിനിങ് അതിൽ വിചാരിച്ചിരുന്നു. ഞാനാ മര്യാദ